ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കാർഷിക മേഖലയിലെ പെൺമികവ് മലപ്പുറം ജില്ലയ്ക്ക് കരുത്താകുന്നു. പാടശേഖരങ്ങളിൽ നിലമൊരുക്കലും വിത്തിടലും കൊയ്ത്തുമെല്ലാം ഗ്രീൻമാറ്റ്മി എന്ന പെൺകൂട്ടായ്മ ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കും. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പാഠപുസ്തക വിതരണം അട്ടിമറിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഡിഡി ഓഫീസ് മാർച്ച് നടത്തി. കോഴിക്കോട് മാവൂരോട് ചാളത്ര ഇലക്ട്രിക് ശ്മശാനം ഉപയോഗശൂന്യമായിട്ട് 1 വർഷം. അധികൃത അനാസ്ഥയെന്ന് നാട്ടുകാരുടെ ആക്ഷേപം. ഹാർബർ വികസനത്തിനായി നൽകുന്ന ഫണ്ടുകൾ ഉദ്യോഗസ്ഥർ യഥാവിധം ഉപയോഗിക്കുന്നില്ലെന്ന് പുതിയാപ്പ ഫിഷിംഗ് ഹാർബർ വികസന സമിതി. വിശദമായ വാർത്തകളിലേക്ക്. പാഠപുസ്തക വിതരണം അട്ടിമറിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ഡിഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സമരക്കാരെ നേരിടാൻ പോലീസ് ശക്തമായ ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരുന്നു. BM സ്കൂൾ പരിസരത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കല്ലേറിൽ ചില അനിഷ്ട സംഭവങ്ങളും ഉണ്ടായി. പാഠപുസ്തക വിതരണം അട്ടിമറിച്ചതിനെതിരെ SFI നടത്തുന്ന സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും പോലീസിന്റെ വിദ്യാർത്ഥി വേട്ടയിൽ പ്രതിഷേധിച്ചും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കോഴിക്കോട് DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുതലക്കുളം പരിസരത്തു നിന്നും 500-ലധികം പ്രവർത്തകരുമായി ആരംഭിച്ച മാർച്ച് BM സ്കൂൾ പരിസരത്ത് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ന്യായമായ ആവശ്യങ്ങൾക്കായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അന്യായമായി പോലീസ് വേട്ടയാടുന്നത് കണ്ടുനിൽക്കാൻ സാധിക്കില്ലെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. സമരം കയറിപ്പറ്റി കുളം തോണ്ടാൻ ഉദ്ദേശിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും ചിലർ അവരുടെ മനസ്സിൽ നെടുപൊട്ടി. വന്നിരിക്കുന്നവരാരും മോശമല്ല, പണ്ട് തന്നെ കാര്യത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാക്കാം. ആ കുഴപ്പത്തിന്റെ ഭാഗമായി അക്രമമാണെന്ന് വരുത്തി തീർത്ത് പാഠപുസ്തക വിഷയത്തിൽ നിന്നും അജണ്ടയെ വഴിമാറ്റാം. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി P നിഖിൽ, പ്രസിഡന്റ് C അശ്വിനി ദേവ്, അഡ്വക്കേറ്റ് PM ആതിര, SK സജീഷ്, K സിനി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. സമരപരിപാടികൾ കഴിഞ്ഞുപോയ പ്രവർത്തകരുടെ കല്ലേറിൽ സ്വകാര്യ കാറിനും പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റു. പാഠപുസ്തക വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മലപ്പുറത്ത് തിരൂരങ്ങാടി DE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം VT സോഫിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തുറന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സ്കൂളുകളിൽ പാഠപുസ്തകമെത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടിയിലെ DD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ചെമ്മാട് താജ് ഓഡിറ്റോറിയം പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് DD ഓഫീസിന് സമീപം തിരൂരങ്ങാടി CI അനിൽ B റാവുത്തറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം VT സോഫിയ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തുടർന്നു പോരുന്ന ഒരു സമ്പ്രദായമാണ് മെയ് 31 വെക്കേഷൻ തീർന്ന് ജൂൺ 1 കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും ഞായറാഴ്ച അല്ല എങ്കിൽ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് എന്ന്. എന്തുകൊണ്ടാണ് സ്കൂളിലെ കുട്ടികൾക്ക് പാഠപുസ്തകം എത്തിക്കാത്തത്? SFI വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് പോരാടിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനക്കകത്ത്
5 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഡിവൈഎഫ്ഐ താനൂർ ബ്ലോക്ക് സെക്രട്ടറി പി രാജേഷ് അധ്യക്ഷം വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ചാർലി കബീർദാസ്, CPM ഏരിയ സെക്രട്ടറി VP സോമസുന്ദരൻ, കെ റാഫി, മജീദ്, പി വിനീഷ്, EP മനോജ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് മാവൂർ റോഡ് ചാളത്ര ഇലക്ട്രിക് ശ്മശാനം ഉപയോഗശൂന്യമായിട്ട് 1 വർഷത്തിലേറെയായി. അധികൃതരുടെ അനാസ്ഥയാണ് ഈ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജില്ലയിലെ ഏക ഇലക്ട്രിക് ശ്മശാനം പ്രവർത്തനരഹിതമായിട്ട് 1 വർഷമാവുന്നു. 2003 മാവൂർ റോഡ് ചാളത്തറയിൽ പ്രവർത്തനമാരംഭിച്ച ശ്മശാനം സാധാരണ ശ്മശാനങ്ങളെ അപേക്ഷിച്ച് പ്രവർത്തനം കൂടുതൽ എളുപ്പമാണെന്നിരിക്കെയാണ് അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ വിമുഖത കാണിക്കുന്നത്. തകരാറുകൾ പരിഹരിക്കാൻ കോർപ്പറേഷനുകളിൽ പ്രത്യേക ഇലക്ട്രിക് വിംഗ് ഇല്ല. ശ്മശാനത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഫണ്ടല്ല, മറിച്ച് ഉദ്യോഗതലത്തിന്റെ അനാസ്ഥയാണെന്നാണ് പൊതുജനഭാഷ്യം. ഒരു കർമ്മങ്ങൾ ചെയ്യാനൊക്കെ പറ്റില്ല പറഞ്ഞിട്ട് ആള് ഇതാവലാണ്. അപ്പൊ നമ്മൾ തന്നെ ചെയ്തിട്ട് കർമ്മമൊക്കെ ചെയ്തിട്ട് മുൻപോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സംഗതിയാണ്. അതിപ്പോ കേട് വന്നിട്ട് 1 കൊല്ലം 2 മാസമായി. ഇതുവരെ കംപ്ലൈന്റും ഒക്കെ ചെയ്തിട്ടും ഇതാക്കിയിട്ടും ഒരു ഇതും മാറ്റങ്ങൾ വന്നില്ല. ഇതുവരെ റിപ്പയറും ചെയ്തില്ല. ഫയലുകൾ വേണ്ട രീതിയിൽ പരിഗണിക്കുകയോ നീക്കുകയോ ചെയ്യാത്തതാണ് ഇലക്ട്രിക് ശ്മശാനത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ടെൻഡർ വിളിച്ചപ്പോൾ 7 ലക്ഷം രൂപയ്ക്ക് തകരാർ പരിഹരിക്കാമെന്ന് ശ്മശാനം നിർമ്മിച്ച കമ്പനി പറഞ്ഞെങ്കിലും മറ്റ് കമ്പനികൾ ടെൻഡർ ചെയ്യാത്തതുകൊണ്ട് അത് റദ്ദാക്കുകയായിരുന്നു. ടെൻഡർ ഉറപ്പിക്കുന്നതിനും ക്ഷണിക്കുന്നതിനുമായി NITക്ക് ഫയൽ അയച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. 600 ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് ഇലക്ട്രിക് ശ്മശാനത്തിൽ ശവം കത്തിത്തീരുന്നത്. മൃതദേഹം സാധാരണ നിലയിൽ കത്തിത്തീരണമെങ്കിൽ 6 മണിക്കൂർ വേണ്ടിവരും. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് സംവിധാനത്തിലൂടെ ശവം 2 മണിക്കൂർ കൊണ്ട് കത്തിത്തീരുന്നു. പുക മോട്ടോർ ഉപയോഗിച്ച് 100 അടി ഉയരത്തിലുള്ള കുഴലിലൂടെ പുറംതള്ളുന്നു. പരിസര മലിനീകരണമില്ലാതെ നടക്കുന്ന ഈ പ്രവർത്തനമാണ് 1 വർഷമായി നിലച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ശ്മശാനം പുനരാരംഭിക്കുകയാണെങ്കിൽ ശവസംസ്കാരം കൂടുതൽ സുഗമമാകും. കോഴിക്കോട് നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായ ഒരേയൊരു വൈദ്യുത ശ്മശാനമാണ് ഇത്. ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ഈ ശ്മശാനം 1 വർഷത്തിലേറെയായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും ഫലപ്രദമാകുന്നില്ല. ജില്ലാ വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ ജഷാദ് അച്ചുവിനൊപ്പം KM വൃന്ദ. സർക്കാർ അനുവദിച്ചു നൽകുന്ന ഫണ്ടുകൾ ഹാർബറിനെ നശിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെ ഒരു നിത്യസ്മാരകമാണ് പുതിയാപ്പ ഫിഷിംഗ് ഹാർബർ എന്ന് പുതിയാപ്പ ഹാർബർ വികസന സമിതി. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് 30/10/2014 ആരംഭിച്ച 11.5 കോടി രൂപയുടെ മണ്ണെടുപ്പെന്നും ഹാർബർ വികസന സമിതി കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നടന്ന ഡ്രഡ്ജിംഗിൽ ഒരു 4.5 മീറ്ററെങ്കിലും 5 മീറ്ററെങ്കിലും ചാനലിൽ ആഴം വേണ്ടിടത്ത് 1 മീറ്ററിൽ താഴെയാണ് ആഴം കാണാൻ സാധിച്ചത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 10% പോലും ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അവർ അവകാശപ്പെട്ടത് അന്നും ഈ 5-ാം തീയതി ഇതിന്റെ നിജസ്ഥിതി അറിയാൻ ഓഫീസിലേക്ക് ഹാർബർ എക്സിക്യൂട്ടീവിന്റെ ഓഫീസിലേക്ക് പോയപ്പോൾ അവർ ഞങ്ങൾക്ക് ഒരു ഡാറ്റ തന്നു. അതിൽ ഡാറ്റയിൽ പറയുന്നത് 1,68,438 ഘന അടി മണ്ണ് അവർ നീക്കം ചെയ്തെന്നാണ്. പക്ഷെ ഈ 1 മീറ്റർ താഴെ ആവുമ്പോ ഒരു 10% പോലും മണ്ണ് നീക്കം ചെയ്തിട്ടില്ല. ഒരു 60,000 ക്യൂബിക് മീറ്ററെങ്കിലും ഘന അടി മണ്ണ് മാത്രം നീക്കം ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പുതിയാപ്പ ഹാർബറിന്റെ തെക്ക് ഭാഗത്തുള്ള പുലിമൂട്ടിനോട് ചേർന്ന് തെക്ക് ഭാഗത്ത് അടിഞ്ഞുകൂടിയ മണ്ണ് യഥാസമയം നീക്കാത്തതിനാൽ ആ മണ്ണ് ചാനലിന് ഏതാനും മീറ്റർ അരികിൽ വരെ എത്തിയിരിക്കുകയാണ്. ഈ മണ്ണ് ഉടനടി നീക്കം ചെയ്യേണ്ടതാണെന്നും ഭാവിയിൽ ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന മണ്ണിനെ തടയുവാൻ പ്രസ്തുത പുലിമൂട്ടിന് തെക്ക് ഭാഗത്തായി കടലിലേക്ക് 1-2 പുലിമൂട്ട് കെട്ടി പണിയണമെന്നുള്ള കഴിഞ്ഞ 15 വർഷക്കാലത്തെ തങ്ങളുടെ ന്യായമായ ആവശ്യം പോലും അവഗണിക്കപ്പെടുകയാണെന്നും ഈ രീതിയിൽ പുതിയാപ്പ ഹാർബർ നേരിടുന്ന ക്രൂരമായ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് മത്സ്യത്തൊഴിലാളികളെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1/2 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളികളുടെ ഉപജീവന മാർഗമായ ഈ ഹാർബർ നേരിടുന്ന അവഗണന ബന്ധപ്പെട്ടവർ തിരിച്ചറിയണമെന്നും പുതിയാപ്പ ഹാർബർ വികസന സമിതി ഭാരവാഹികൾ പറഞ്ഞു. LIC ഏജന്റുമാരെ തൊഴിലാളികളായി അംഗീകരിച്ച് പെൻഷനും ക്ഷേമനിധിയും ഏർപ്പെടുത്തണമെന്ന് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ബ്രാഞ്ച് 2 സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നളന്തയിൽ ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ദേശീയ സെക്രട്ടറി അബ്ദുൽ സമദ് ഉദ്ഘാടനം ചെയ്തു. ഏജന്റുമാരുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ബ്രാഞ്ച് 2 28ാം വാർഷിക സമ്മേളനമാണ് അളകാപുരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. ഫെഡറേഷന്റെ സെൻട്രൽ കമ്മിറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറി K. അബ്ദുൽ സമദ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
കാലാകാലങ്ങളിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകളും IRDAയും ഇന്ത്യയുടെ മണ്ണിലേക്ക് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് സ്വാഗതമരുളുകയാണെന്നും ഇന്ത്യയുടെ കാമധേനു എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനത്തെ തകർക്കുന്നതിനുവേണ്ടി FDI 26% നിന്നും 49% വർദ്ധിപ്പിച്ചതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ന് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏജന്റുമാരെയും പോളിസി ഉടമകളെയും ഒരേപോലെ തളർത്തുന്ന നയങ്ങളാണ് LIC മാനേജ്മെന്റും ഇന്ത്യ ഗവൺമെന്റും നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നമ്മളിവിടെ എല്ലാവരും കൂടി കൈയടിക്കണം, ഒരാൾ കൈയടിച്ചെന്ന് വിചാരിച്ചു പിരാന്താണ്. വർത്താനം അങ്ങനെ പറയുന്നില്ല, ഒരുത്തങ്ങനെ കൈയടിച്ച അവന് പിരാന്താണ്, അല്ലെങ്കിൽ ഓൻ മാത്രമുള്ളത് കേട്ടിക്കണം, മറ്റവരൊക്കെ വോട്ടന്മാരാണ്. പക്ഷെ എല്ലാവരും കൂടി കൈയടിച്ചിരുന്നു എങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? കുറെ മാറ്റങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം SSLC +2 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രസിഡന്റ് KP സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി B അജിത്ത് സ്വാഗതം പറഞ്ഞു. P രവീന്ദ്രൻ, വെൽഫെയർ ഫണ്ട് ചെയർമാൻ P സുധിൻകുമാർ, ഡിവിഷണൽ പ്രസിഡന്റ് K രാമദാസൻ, ജില്ലാ പ്രസിഡന്റ് K അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി സൂര്യപ്രഭ, മുൻ ഡിവിഷണൽ സെക്രട്ടറി KM രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ വാർത്തകളിൽ ഇടവേള. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ, 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. 199 രൂപയുടെ മഹാത്ഭുതം. പല വൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം വിലക്കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോത്തി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on, don't settle for anything else. I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. മീഞ്ചന്ത ഗവൺമെന്റ് സ്കൂളിലെ തെങ്ങ് കടപുഴകി വീണ് മരിച്ച ഷിജിൽ അഹമ്മദിന് നാടിന്റെ അന്ത്യാഞ്ജലി. മരിച്ച ഷിജിലിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി MK മുനീർ പറഞ്ഞു. ഇതുവരെ കാണാത്ത ഒരു ദൃശ്യത്തിനാണ് മീഞ്ചന്ത ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സാക്ഷ്യം വഹിച്ചത്. സ്കൂൾ മുറ്റത്ത് തെങ്ങ് കടപുഴകി വീണ് മരിച്ച ഷിജിൽ അഹമ്മദിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുറ്റിക്കാട്ടിലെ തറവാട്ടിലെത്തിച്ചു. അവിടെ നിന്ന് രാത്രി 7:30യോടുകൂടി സ്കൂളിൽ പൊതുദർശനത്തിന് കൊണ്ടുപോയി. വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരുമടക്കം 100 കണക്കിന് ആളുകളാണ് സ്കൂളിൽ തടിച്ചുകൂടിയത്. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഉഷാദേവി, TCC പ്രസിഡന്റ് KC അബു, CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. സ്കൂളിന്റെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും നിറഞ്ഞ കണ്ണുകളെ സാക്ഷി നിർത്തി രാത്രി 9ഓടെ അരക്കിണറിലെ ഉമ്മ ജുമൈലത്തിന്റെ വാടക വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. തുടർന്ന് 10 മണിയോടെ മൃതദേഹം കോതി കണ്ണമ്പറമ്പിലെ ശ്മശാനത്തിലെത്തിച്ച് സംസ്കാരം നടത്തി. മരിച്ച ഷിജിൽ അഹമ്മദിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി MK മുനീർ അറിയിച്ചു. യുവതലമുറയ്ക്ക് ഭാരതീയ കലകളെ പകർന്നു നൽകുന്ന സ്പിക്മാക്കെ സംഘം മലപ്പുറം കൊട്ടപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലും എത്തി. കഥകളിയിലെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് പാഠഭാഗങ്ങളിൽ കണ്ടതിനേക്കാൾ കൂടുതൽ അറിവ് പകർന്നു നൽകുകയാണ് ലക്ഷ്യം. ആചാര്യൻ കോട്ടക്കൽ ചന്ദ്രശേഖരന്റെയും ശിഷ്യന്മാരുടെയും നേതൃത്വത്തിലാണ് കഥകളി അവതരിപ്പിച്ചത്. ദമയന്തിയും തോഴിയും അരയന്നവും തമ്മിലുള്ള ആശയവിനിമയമാണ് കഥകളി രൂപത്തിൽ കൊട്ടപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ അവതരിപ്പിച്ചത്. ലളിതമായ മുദ്രകൾ കാണിച്ചും ഭാവങ്ങൾ വിശദീകരിച്ചും കഥകളി ആചാര്യൻ ചന്ദ്രശേഖരനും ശിഷ്യന്മാരും വിദ്യാർത്ഥികളുമായി സംവദിച്ചു. യുവതലമുറയ്ക്ക് ഭാരതീയ കലാമൂല്യങ്ങൾ പകർന്നുകൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്പിക്മാക്കെ എന്ന സംഘടനയുടെ കോഴിക്കോട് ചാപ്റ്ററാണ് വിദ്യാർത്ഥികൾക്ക് കഥകളി ആസ്വദിക്കാൻ വഴിയൊരുക്കിയത്. പാഠപുസ്തകത്തിൽ ഒരു സാഹിത്യരൂപമായിട്ടാണ് സാധാരണ കഥകളി കുട്ടികൾക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായി ആ കലാരൂപത്തെ അതിന്റെ തനതായ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചപ്പോൾ കുട്ടികൾക്ക് അത് വ്യക്തമാവുകയും
കൂടുതൽ ആഴത്തിൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള സാഹചര്യം ഇവിടെ ലഭിക്കുകയും ചെയ്തു എന്നാണ്. കഥകളിയിലൂടെയുള്ള സംവാദം കുട്ടികൾക്കും ഏറെ ഹൃദ്യമായി. നേരിട്ട് കഥകളി കാണുക എന്നത് പലർക്കും പുത്തൻ അനുഭവമായിരുന്നു. കഥകളി കാണുമ്പോ തോന്നാറുണ്ട് ഇവരെന്താ ചെയ്യുന്നത്, എന്താക്കുന്നത്, ഓരോ കയ്യിലെ മുദ്രകളൊക്കെ എന്താണെന്ന് പലപ്പോഴും അറിയാതെയാണ് ഇതുവരെ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അവര് അത് ആദ്യം തന്നെ അത് പറഞ്ഞു തന്നിട്ട് പിന്നെ കഥകളി അവതരിപ്പിച്ചപ്പോ തന്നെ കൂടുതൽ കഥകളിയെ അറിയാനും അവര് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. നവരസങ്ങൾ മലയാളത്തിൽ തർജ്ജമ ചെയ്താണ് രംഗങ്ങൾ കുട്ടികൾക്ക് വിവരിച്ചു നൽകിയത്. ചടങ്ങ് പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുള്ള മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പി കെ മുരളീധരൻ, റസാഖ്, അനീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി തപാൽ മേഖല വികസനത്തിന്റെ പാതയിലാണെന്ന് ഉത്തരമേഖല പോസ്റ്റ് മാസ്റ്റർ ജനറൽ കേണൽ വി രാമുലു. കോർ ബാങ്കിംഗ്, ATM, മൊബൈൽ മണി വിനിമയ സംവിധാനം എന്നിവയ്ക്ക് സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണവും സോളാർ പവർ സംവിധാനവും നടപ്പിലാക്കി കഴിഞ്ഞതായും പോസ്റ്റ് മാസ്റ്റർ ജനറൽ കേണൽ വി രാമുലു പറഞ്ഞു. All the post offices up to sub-office level in our region were fully computerized. There is a plan to provide handheld devices to all the branch post offices also in the next 18 months. All the head post offices, that is 18 in number, in our region have moved recently to the core banking software platform to handle its small savings operations. All the head post offices will have ATM facilities latest by March 2016. Mobile money order facility was also provided in 91 post offices. കൃഷിഭൂമിയിൽ പൊന്നു വിളയിക്കാൻ ഒരുങ്ങുകയാണ് മലപ്പുറം ചേലമ്പ്രയിലെ ഗ്രീനാത്മി എന്ന പെൺകൂട്ടായ്മ. കൃഷി ചെയ്യാൻ ഭൂമിയും താല്പര്യവുമുണ്ടെങ്കിൽ ആർക്കും ഈ പെൺകരുത്തിന്റെ സഹായം തേടാവുന്നതാണ്. മഹിളാ കിസാൻ സശാക്തീകരൺ പരിയോജന പദ്ധതി പ്രകാരം കൊണ്ടോട്ടി ബ്ലോക്കിന് കീഴിലെ ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ലേബർ ബാങ്കായ ഗ്രീനാത്മി പ്രവർത്തകരാണ് 10 ഏക്കർ ഭൂമിയിൽ വളയിട്ട കൈകളാൽ പൊന്നുവിളയിക്കാൻ ഒരുങ്ങുന്നത്. പ്രത്യേക പരിശീലനം കിട്ടിയ 25 പേരടങ്ങുന്ന വനിതാ സംഘമാണ് ചേലേമ്പ്രയിലെ പാടങ്ങളിൽ പൊന്നുവിളയിക്കാനെത്തുക. തൃശൂർ വടക്കാഞ്ചേരിയിൽ നിന്നും പ്രത്യേക പരിശീലനം ലഭിച്ചവരാണിവർ. ഒരേക്കർ പാടത്ത് കൃഷിയിറക്കാൻ ഭൂവുടമ ചെലവാക്കേണ്ടത് 3500 രൂപ മാത്രമാണ്. ഇപ്രകാരം പണമടച്ചാൽ പായൽ ഞാറ്റുടി മുതൽ കൊയ്ത്തുവരെ എല്ലാ പ്രവൃത്തികളും ഗ്രീനാത്മിയിലെ പെൺകൂട്ടായ്മ നിർവഹിക്കും. കാർഷിക വിജയം ഏകവചനീയമല്ലെന്ന് തങ്ങൾ പെൺകരുത്തിലൂടെ തെളിയിക്കുമെന്നും പാടശേഖരം തങ്ങളെ അതിനായി സഹായിക്കുമെന്നുമാണ് ഈ പെൺകരുത്തിന്റെ പ്രതീക്ഷ. ചേലമ്പ്രയ്ക്ക് ആവശ്യമുള്ള തരിശു ഭൂമി ഞങ്ങൾ വിത്തിട്ട് ഞങ്ങൾ ഞാറ്റടി പാകി മിഷനെ കൊണ്ട് നടീൽ യന്ത്രത്തെ കൊണ്ട് നട്ട് കാണിച്ച് ഞങ്ങൾ വിജയകരമായി പൊന്നു വെളിഞ്ഞ് കാണിച്ചു കൊടുക്കും. ആദ്യഘട്ടമായി ചേലേമ്പ്ര കൊളക്കുത്തു മേഖലയിലെ 2.5 ഏക്കർ പാടത്താണ് കൃഷി. പണിക്കാരെ കിട്ടാത്തതിനാൽ ഇത്തവണ കൃഷിയിറക്കാൻ സാധിക്കില്ലെന്ന് കരുതിയിരുന്ന ഗവൺമെന്റ് ജീവനക്കാരായ പ്രവീണിന്റെയും ബിജുവിന്റെയും പാടത്താണ് ഇത്തവണ കൃഷിയിറക്കുന്നത്. ആവശ്യക്കാരും പിന്തുണയുമായി പഞ്ചായത്തും കൃഷിവകുപ്പും കൂടെയുണ്ടെങ്കിൽ ചേലേമ്പ്രയിലെ മുഴുവൻ പാടങ്ങളിലും കൃഷിയിറക്കാമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് പ്രവർത്തകർ. പഞ്ചായത്തും ബ്ലോക്കും സംസ്ഥാനം എല്ലാം ഒത്തുചേർന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പരിപാടി പരിശീലനം തന്നിട്ടുള്ളത്. ഇതിൽ ഈ തരിശായി കിടക്കുന്ന ഭൂമിയെല്ലാം ഞങ്ങൾ പൊന്നി വിളയ്ക്കും തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പുള്ളത്. ചേലേമ്പ്രയിൽ നടന്ന കൊയ്ത്തുത്സവ ഉദ്ഘാടനം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ജബ്ബാർ ഹാജി നിർവഹിച്ചു. കൃഷി ഓഫീസർ തുളസിദാസ്, ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷാഹിന, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ഖാദർ എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. 199 രൂപയുടെ മഹാത്ഭുതം. പല വൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം വിലക്കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോത്തി, ലേഡീസ് ബാഗ്, കർട്ടൻസ്,
1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. SKSSF റംളാൻ പ്രഭാഷണം കോഴിക്കോട് അരയടത്ത് പാലത്ത് ശംസുൽ ഉലമ നഗറിൽ തുടരുകയാണ്. 4ാം ദിനം സിറാത്തുൽ മുസ്തഖീം എന്ന വിഷയത്തിൽ ജലീൽ റഹ്മാനി വാണിയുമ്പോൾ പ്രഭാഷണം നടത്തി. സയ്യിദ് നാസർ ഹഖ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷം വഹിച്ചു. റമളാൻ നന്മയുടെ വസന്തം, നേരിന്റെ സുഗന്ധം എന്ന പ്രമേയത്തിൽ SKSSF സംസ്ഥാന കമ്മിറ്റി ആചരിച്ചുവരുന്ന റമളാൻ ക്യാമ്പയിന്റെ ഭാഗമായാണ് താത്തൂർ ശുഹദാ സ്മാരക മർക്കുസുൽ ഉലമിനു വേണ്ടി റമളാൻ പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് അരയടത്ത് പാലത്ത് ശംസുൽ ഉലമ നഗരിയിൽ വെച്ചാണ് പ്രഭാഷണം നടക്കുന്നത്. പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് തെരഞ്ഞെടുത്ത വിഷയങ്ങളെ അധികരിച്ച് പ്രഭാഷണം നടത്തുന്നത്. പ്രഭാഷണത്തിന്റെ 4ാം ദിവസം സിറാത്തുൽ മുസ്തഖീം എന്ന വിഷയത്തിൽ ജലീൽ റഹ്മാനി വാണിയന്നൂർ സംസാരിച്ചു. കടപ്പുറത്തുകാരൻ എന്നിട്ട് സങ്കടം പറഞ്ഞപ്പോ ഒരു ചെറിയ കുറുക്കുണ്ടായി കൊടുത്തിട്ട് ഞാൻ തന്നാന്ന് പറഞ്ഞാൽ മതി, കടലങ്ങനെ ശാന്തായിക്കോളും എന്ന് പറഞ്ഞപ്പോ ഇത് ഉമർ ഖത്താബ് ചെയ്തതാണ്. നൈൽ നദിയിലേക്ക് കത്തയച്ചുകൊണ്ട് നദി അടക്കിയ ആളാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ്. അതിന്റെ പിൻഗാമിയാണ് വരക്കൽ തങ്ങൾ പാപ്പ. അതിന്റെ പിൻഗാമിയാ എഴുതിയിട്ട് പറഞ്ഞു ഇത് ഞാൻ തന്നാന്ന് പറഞ്ഞാൽ മതി, കടലങ്ങനെ മാറിക്കോളും പറഞ്ഞു. ഇവര് പോയിട്ട് ആ പേപ്പർ കടൽ കണ്ടിട്ട് തിരമല. 4ാം ദിവസത്തെ പ്രഭാഷണം സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത ജില്ലാ പ്രസിഡന്റ് ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നൂറുദ്ദീൻ ഫൈസി സ്വാഗതം പറഞ്ഞു. അഷ്റഫ് ബാഖവി ചാലിയം, അബ്ദുറസാഖ് മായനാട്, KT അബ്ദുറഹ്മാൻ, അഡ്വക്കേറ്റ് അൻവർ, മുജീബ് ഫൈസി പൂലോട്, കാസിം നിസാമി, അസീസ് പുള്ളാവൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ശനിയാഴ്ച നടക്കുന്ന പ്രഭാഷണം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 12-ന് പ്രഭാഷണ പരമ്പര സമാപിക്കും. ഐഡിയൽ പീസ് മൂവ്മെന്റ് നേതൃത്വത്തിൽ റമദാൻ സ്നേഹസംഗമവും ജീവകാരുണ്യ പ്രവർത്തന ഉദ്ഘാടനവും സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. PV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഐഡിയൽ പീസ് മൂവ്മെന്റ് പ്രസിഡന്റ് VP അബ്ദുള്ള അധ്യക്ഷം വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഐഡിയൽ പീസ് മൂവ്മെന്റിന്റെ കീഴിൽ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ പാവപ്പെട്ടവർക്ക് തയ്യൽ മെഷീൻ, റംസാൻ കിറ്റ് എന്നിവ വിതരണം ചെയ്തു. സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായാണ് തയ്യൽ മെഷീൻ വിതരണം ചെയ്തത്. ചടങ്ങ് മാതൃഭൂമി ഡയറക്ടർ PV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഐഡിയൽ പീസ് മൂവ്മെന്റ് പ്രസിഡന്റ് VP അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K മൊയ്തു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. P രമേശൻ റംസാൻ കിറ്റ് വിതരണം ചെയ്തു. ആദ്യകാല സ്ഥാപകന്മാരിൽ ഒരാളായിരുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് വളരെ മഹത്തായ ഒരു കാര്യമാണ്. ഇവിടെ കൂടി ഈ ജനക്കൂട്ടം വാസ്തവത്തിൽ ഇത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഒരു ആശ്വാസമാണ് തോന്നുന്നത്. കാരണം ഈ ശിശുക്കളും ഉദവികളും മറ്റ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്നു എന്നുള്ളതാണ് ആളുകളുടെ ഈ സംരംഭത്തിൽ എത്തിച്ചെന്നുള്ള കാര്യം ഞാനിവിടെ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കണം. വളരെ മഹത്തായ പ്രവർത്തനമാണെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടത്തുന്നുണ്ടെങ്കിലും ഇത് എല്ലാത്തിൽ നിന്നും ഉപരിയായ ഒരു പ്രത്യേക സ്വഭാവം ഞാൻ ഇതിൽ ദർശിക്കുന്നുണ്ട്. കാരണം വിവിധ ജാതി മതങ്ങളിൽപ്പെട്ട ആളുകൾ അതിൽ യാതൊരു വിവേചനവും നടത്താതെ സാമ്പത്തിക അവസ്ഥ മാത്രം. ചടങ്ങിൽ നവാസ് പൂനൂർ, EKP അബ്ദുൽ ലത്തീഫ്, MV കുഞ്ഞാമു, സഫ അലവി, അനീസ് ആദം, R ജയന്ത്കുമാർ, B മുഹമ്മദ് റാഫി എന്നിവർ പങ്കെടുത്തു. ഐഡിയൽ പീസ് മൂവ്മെന്റ് സെക്രട്ടറി P ഇസ്മായിൽ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് K ഇബ്രാഹിംകുട്ടി നന്ദി പ്രകാശിപ്പിച്ചു. പല കവിതകളും എഴുതുന്നയാൾക്കു തന്നെ മനസ്സിലാകാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പൂന്താനം പുരസ്കാര ജേതാവ് PP ശ്രീധരനുണ്ണി. NV കൃഷ്ണവാര്യർ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സെൻട്രൽ ലൈബ്രറിയിൽ നടന്ന NV കൃതികളെക്കുറിച്ചുള്ള വിശകലനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NV കൃഷ്ണവാര്യർ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സെൻട്രൽ ലൈബ്രറിയിൽ NV കൃതികളെക്കുറിച്ച് വിശകലനം സംഘടിപ്പിച്ചു. കവിത എഴുതുന്നയാൾക്ക് നന്നായി മനസ്സിലാകണമെന്ന ബോധ്യമാണ് NV കൃഷ്ണവാര്യർക്കുണ്ടായിരുന്നതെന്ന് പൂന്താനം പുരസ്കാര ജേതാവ് PP ശ്രീധരനുണ്ണി പറഞ്ഞു. എഴുതുന്ന കവിത കവിക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്നാണ് NV ചോദിച്ചിരുന്നത്. പല കവിതകളും എഴുതുന്നയാൾക്കു തന്നെ മനസ്സിലാകുന്നില്ല എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും ശ്രീധരനുണ്ണി പറഞ്ഞു. ഇനിയും അക്ഷരങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളോടൊപ്പം എന്നെയും അനുവദിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഈ ചടങ്ങ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ചടങ്ങിൽ ശ്രീധരനുണ്ണിക്ക് സ്വീകരണം നൽകി. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K ചന്ദ്രൻ ഉപഹാരം നൽകി. KS വെങ്കിടാചലം മുഖ്യപ്രഭാഷണം നടത്തി. ഗോപാലകൃഷ്ണൻ ചൂലൂർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം പദ്ധതിയുടെ ഭാഗമായി മനുഷ്യച്ചങ്ങല തീർത്തു.
സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ, കുടുംബശ്രീ ആശാ വർക്കർമാർ, വിദ്യാർത്ഥികൾ എന്നിവർ ചങ്ങലയിൽ കണ്ണികളായി. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം ഗ്രീൻ സിറ്റി ഗാർഡൻ സിറ്റി പദ്ധതിയുടെ ഭാഗമായി വീഡിയോ പ്രദർശനവും മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു. സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന സന്ദേശം ജനങ്ങളിലെത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ ആശാ വർക്കർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് നടപ്പിൽ വരുത്തുന്ന കുന്നമംഗലം ഗ്രീൻ സിറ്റി ഗാർഡൻ സിറ്റി പദ്ധതിയിൽ സർവാത്മന ഒരു വിജയമാക്കുന്നതിനും അതുവഴി കുന്നമംഗലം ഒരു മാതൃകാ ഗ്രാമപഞ്ചായത്തായി ഉയർത്താനുള്ള പരിപാടികളിൽ ഞാനും പങ്കുചേർന്ന് കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP അശോകൻ അധ്യക്ഷം വഹിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ നോർത്ത് ജോസി ചെറിയാൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V ബാലകൃഷ്ണൻ നായർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സീനത്ത്, വിനോദ് പടനിലം, K രാജഗോപാലൻ, ഖാലിദ് കിളിമുണ്ട, രജനി തടത്തിൽ, O സലീം, നെല്ലൂളി ബാബു, O വേലായുധൻ, PK ബാപ്പു ഹാജി, O ഹുസൈൻ, P രാജൻ, P ശിവദാസൻ നായർ, KP വസന്തരാജ്, ഷൈജ വളപ്പിൽ, NM യൂസഫ്, പഞ്ചായത്ത് സെക്രട്ടറി C അബ്ദുൽ നാസർ, ബാബു വേങ്ങേരി എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ചേറ്റൂർ ശങ്കരൻ നായർ അനുസ്മരണവും ചരിത്ര സെമിനാറും കോഴിക്കോട്ട് നടക്കും. ചേറ്റൂർ ശങ്കരൻ നായർ ഫൗണ്ടേഷൻ, സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ്, ചരിത്ര രാഷ്ട്ര മീമാംസാ വകുപ്പുകൾ, കോഴിക്കോട് ബാർ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അനുസ്മരണവും ചരിത്ര സെമിനാറും നടക്കുന്നത്. ജൂലൈ 11 ശനിയാഴ്ച രാവിലെ 9:30 കോഴിക്കോട് തളി സാമൂതിരി ഗുരുവായൂരപ്പൻ ഹാളിൽ നടക്കുന്ന പരിപാടികൾ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. MGS നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാഠപുസ്തക വിതരണം അട്ടിമറിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് DYFI നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി DD ഓഫീസ് മാർച്ച് നടത്തി. കോഴിക്കോട് മാവൂരോട് ചാളത്ര ഇലക്ട്രിക് ശ്മശാനം ഉപയോഗശൂന്യമായിട്ട് 1 വർഷം. അധികൃത അനാസ്ഥയെന്ന് നാട്ടുകാരുടെ ആക്ഷേപം. ഹാർബർ വികസനത്തിനായി നൽകുന്ന ഫണ്ടുകൾ ഉദ്യോഗസ്ഥർ യഥാവിധം ഉപയോഗിക്കുന്നില്ലെന്ന് പുതിയാപ്പ ഫിഷിംഗ് ഹാർബർ വികസന സമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്.